عليه صلاة الله ثم سلامه فتشريق من أنواعه الغناسوت عليه مع الآل الكرام وصحبه صلاة من الرحمن والرحمة. الله ഇബ്രാഹിം നിയാസിൻ്റെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹ് നമ്മളെ ശൈഖന്മാരുടെ ശൈഖാണ് അവർ, നമ്മളെ വാപ്പാൻ്റെ വാപ്പയാണ് അവർ വലിയ മഹാനാണ്. അവരെ കൈപ്പിടിക്കാൻ നാളെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ ക്ലാസ് 2 ക്ലാസ് എല്ലാവരും ഇപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാഹ് ക്ലാസ്സും മുസ്തഫ നബിൻ്റെ ക്ലാസ്സും 2 ശ്രദ്ധിക്കണം. അതിലാണ് നമ്മുടെ ഈമാൻ നിലകൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഖൽബിൻ്റെ ഉള്ളിൽ കയറണം. അള്ളാഹുവിൻ്റെ റസൂൽ ഖൽബിൻ്റെ ഉള്ളിൽ മറ്റൊരു നബിയെ ചെറുതാക്കലല്ലത്. ഫഅൈന തുവാ മിൻ ദാ വഅൈന കലീമുഹു എന്ന് പറഞ്ഞാൽ ചെറുതാക്കലല്ല. മുസ്തഫ നബിയും ചെറുതാക്കിയില്ലേ? ലൗ കാന ഹയ്യൈനി ലമാ വസിഅഹുമാ ഇല്ല ഇത്തിബാഇ വഇല്ലാ ലഅകബഹുമാ അല്ലാഹു ഫിന്നാർ. ഈസയും മൂസയും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവനോടെ ഭൂമിയിലുണ്ടെങ്കിൽ ഫമാ വസിഅഹുമാ ഇല്ല ഇത്തിബാഇ, എൻ്റെ പിന്നാലെ നടക്കുകയല്ലാതെ മൂസാക്കും ഈസാക്കും ഒരു നിർവാഹവുമില്ല. വഇല്ല, എൻ്റെ പിന്നാലെ മൂസായും ഈസായും വന്നില്ലെങ്കിലോ ലഅകബഹുമാ അല്ലാഹു ഫിന്നാർ, അല്ലാഹു അവർ രണ്ടാളെയും മുഖം കുത്തി നരകത്തിലേക്ക് വലിച്ചെറിയും. അപ്പൊ ചെറുതാക്കിയല്ലോ അവിടെ ആരെ? മൂസാ നബി ഈസാ നബി. ചെറുതാക്കലല്ല, അത് പറഞ്ഞാലേ ഈ വെയിറ്റ് മനസ്സിലാവുള്ളൂ. മനസ്സിലാവണം പറഞ്ഞ അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾ അതിശക്തമായി പുരോഗമിക്കുകയാണ്. നമ്മൾ ആഴ്ചയിൽ അതിവിശാലമായ ഒരു അൽക്കഫിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. അൽക്കഫ് അതൊരു ഗൗരവമായ ക്ലാസ്സാണ്. ഇന്നലെയാണ് ഒരു പ്രഗത്ഭനായ ഒരു അലോപ്പതി ഡോക്ടറുമായി കാണേണ്ട ഒരാവശ്യം എനിക്കുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഉസ്താദ്, ഞാൻ 1 വട്ടവും 2 വട്ടവും 3 വട്ടവും 4 വട്ടവും ഒന്നുമല്ല, എല്ലാ യാത്രയിലും ഞാൻ അൽക്കഫിൻ്റെ വ്യാഖ്യാനം കേൾക്കും, ആമുഖം പറഞ്ഞത് കേൾക്കും. അതൊരു സ്റ്റേഷനാണ്. ആ സ്റ്റേഷനിലും ഒരാൾക്ക് റേഞ്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവന് റേഞ്ച് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനത്തെ ഒരു സ്റ്റേഷനാണ് അൽക്കഫിൻ്റെ 8 വ്യാഖ്യാനം കഴിഞ്ഞിട്ടുണ്ട്. അതിലും ഒരാൾക്ക് ഇനി റേഞ്ച് കിട്ടിയില്ലേ ഓൻ്റെ കാര്യം വിട്ടാളെ, ഓന് റേഞ്ച് ഉണ്ടാവില്ല. എന്നിട്ട് ഓന് സുന്നിയാണെന്ന് തോന്നിയില്ലേ? പ്രഗത്ഭനായ ഡോക്ടർ, പ്രഗത്ഭനായ ഒരു അലോപ്പതി ഡോക്ടർ ഇന്നലെ കണ്ടപ്പനോട് പറഞ്ഞാണ്, അൽക്കഫിൻ്റെ വ്യാഖ്യാനം കേട്ടിട്ട് ഒരുത്തൻ നന്നാകണമെന്ന് തോന്നിയില്ലേ, സുന്നിയാകണമെന്ന് തോന്നിയില്ലേ, ഓനെ വിട്ടാളി ഉസ്താനെ, ഓനിഞ്ഞ റേഞ്ച് കിട്ടൂല. അപ്പം അതിൻ്റെ വ്യാഖ്യാനം ഇനി ബാക്കി പറയും. പക്ഷേ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത് മാത്രമല്ല, അതുപോലെ ധാരാളം പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒരു പാർട്ടിസിപ്പേഷൻ അതിൽ വേണം. അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി വിപുലമായ സൗകര്യമൊരുക്കാൻ പോവാണ്. അതിൽ എന്താ ഒരു 500 രൂപ വീതം മാസാന്തം കൊടുക്കുന്ന ഒരു 100 ആളെങ്കിലും ഉണ്ടായിരിക്കണം. ഒരുപാട് ദഅവ പ്രവർത്തനങ്ങൾ അതുപോലെ നടത്താൻ വേണ്ടിയിട്ടാണ്. 500 അതിനൊരു കൃത്യമായ കമ്മിറ്റി ഉണ്ടാകും. ഒരാൾ പൈസയും വെറുതെ പോകുമെന്ന് ആരും വിചാരിക്കണ്ട. 100 ആൾ. പിന്നെ അതിൻ്റെ പുറത്ത് 250ഉം 200ഉം 100ഉം ഒക്കെ കൊടുത്താൽ 1000 ആളെങ്കിലും അതിൽ പങ്കെടുക്കണം. അതിൻ്റെ മെമ്പർമാരാകണം. 100 ആൾ ചുരുങ്ങിയത് 500 രൂപ കൊടുക്കുന്നവർ തന്നെ ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ദഅവ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. നാട്ടിൽ വലിയ ഖൈർ സുന്നത്തിമായത്തിന് അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇന്ന് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം വിജ്ഞാനം മനുഷ്യൻ്റെ ഖൽബിൽ നിറച്ചു കൊടുക്കൽ മാത്രമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എല്ലാവരും സഹകരിക്കണം. അതിൽ ഞാൻ അത് ബഹുമാനപ്പെട്ട സലാം അതേപോലെ തന്നെ നമ്മൾ ഹുസൈൻ മാഷ്, അൻവർ, ഇങ്ങനെ നമ്മളെ പ്രവർത്തകന്മാരെല്ലാം അതിൻ്റെ കൂടെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട നേതാക്കൾ പ്രവർത്തകന്മാരൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ അവരോട് ബന്ധപ്പെട്ട് മാസത്തിൽ ഒരു 500 രൂപ ഞാൻ ദഅവ പ്രവർത്തനത്തിൽ കൊടുക്കാം എന്ന് നിഅമത്തുള്ളവർ സമ്മതിക്കുക. നിഅമത്തില്ലാത്തവൻ 250 കൊടുത്താളി, അല്ല അതിന് നിഅമത്തില്ലെങ്കിൽ 200 രൂപ കൊടുത്താളി. മാസത്തിൽ 100 രൂപ കൊടുക്കാൻ കഴിയാത്തവരൊന്നും ഇല്ലേനും മാസത്തിൽ 100 രൂപ ദഅവ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുക. അതിൽ വലിയ ഖൈറുണ്ടാവും. ആ ഖൈറിലൊക്കെ നിങ്ങളുടെ ഒരു ഭാഗഭാക്ക് ആയാൽ അതിൽ കൂലി നിങ്ങൾക്കും കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരമില്ലാത്തയും ശരീഅത്തില്ലാത്തയും ഒരു കാര്യവും തിജാനിയത്ത് അംഗീകരിക്കൂല. ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങളുടെ ആണ്ടാണല്ലോ ഇന്ന്.
അവരുടെ ഒരു വാക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളോട് പറയാം. ഇദാ സമിഅ്തും അന്നി ഷൈഅൻ ഫഖുദൂഹു ഫബിസിനൂഹു ബിമീസാനി ശർഅ. ഞാൻ ജീവിക്കുന്ന കാലത്തോ ഞാൻ മരണപ്പെട്ടതിന് ശേഷമോ ഒരാൾ ഞാൻ പറഞ്ഞു എന്ന പേരിൽ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഫസിനൂഹു ബിമീസാനി ശർഅ, ആ വാക്ക്, ആ പറയുന്ന വിജ്ഞാനം നിങ്ങൾ ശരീഅത്തിൻ്റെ ത്രാസിൽ ഇട്ട് തൂക്കി നോക്കണം. ഇദാ സമിഅ്തും അന്നി ഷൈഅൻ, ഞാൻ ജീവിക്കുന്ന കാലത്തോ ഞാൻ മരിച്ചതിന് ശേഷമോ ഞാൻ പറഞ്ഞതായി ഒരാൾ ഒരു ബുക്കിലോ രേഖയിലോ പ്രഭാഷണത്തിലോ പറയുന്നതായി നിങ്ങൾ കേട്ടു, ഷൈഅൻ, ഇന്നാലിന്നൊരു കാര്യം അഹ്മദ് തിജാനി പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ കേട്ടാൽ ഫസ്വിനൂഹു ബിമീസാനി ശർഇ, ശരീഅത്തിൻ്റെ തുലാസിലിട്ട് നിങ്ങളത് തൂക്കി നോക്കണം. ഇൻ വാഫഖ ഫഖുദൂഹു, അത് ശരീഅത്തിനോട് യോജിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കുക, വ ഇല്ലാ ഫത്റുക്കു, നിങ്ങൾ ഉടനെ ഒഴിവാക്കണം. എന്തുകൊണ്ട്? ശരീഅത്തിനോട് യോജിക്കാത്ത ഒരു കാര്യവും ഞാൻ പറയുകയില്ല. എൻ്റെ വല്ലിപ്പ എന്നെ അതിന് പഠിപ്പിച്ചിട്ടോ പ്രേരിപ്പിച്ചിട്ടോ ഇല്ല എന്നാണ് അഹ്മദ് തിജാനി തങ്ങൾ. അപ്പോൾ അതാണ് മാർഗം. അപ്പം ഞാനെല്ലാവരോടും അത് തിജാനിയാകണമെന്ന് പറയല്ല, പക്ഷേ ഒരു മാർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട മസലക്കാണ് ബഹുമാനപ്പെട്ട തിജാനിയത്ത്. തിജാനിയത്തിനൊരു പ്രത്യേകത ഉണ്ട്. തിജാനിയത്തിൽ ഒരു ഖുറാഫാത്തിൻ്റെ കളിയില്ല. അതിൻ്റെ അർത്ഥം മറ്റ് ത്വരീഖത്ത് ഖുറാഫാത്താണെന്നല്ല, ഒരു ഷെക്ക് പോലും ഇല്ല. ഇപ്പോൾ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട 3 അമലാണ് രാവിലെയും വൈകുന്നേരം ഒക്കെ. എന്താണ് വിറുദ് സബാഹി? ഒരു ഫാത്തിഹ, 100 അസ്തഗ്ഫിറുല്ലാഹ്, 100 സ്വലാത്ത്. ഏത് സ്വലാത്ത്? ഏത് സ്വലാത്ത് പറ്റൂ? 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു. തന്നെ അസറിൻ്റെ ശേഷം എന്തിനാ സുബഹിയും അസറും തിരഞ്ഞെടുക്കുന്നത്? യതഅഖബു ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാരി വയജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ സ്വലാത്തിൽ ഫജ്രി. മലക്കുകൾക്ക് ഷിഫ്റ്റ് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പകലിൽ ചില മലക്ക്, രാത്രി ഷിഫ്റ്റാവും. മലക്ക് പകൽ ഷിഫ്റ്റാവും, ഇങ്ങനെ മാറും. രണ്ട് നേരത്തെ നിസ്കാരത്തിൽ 2 വിഭാഗം മലക്കുകൾ പങ്കെടുക്കും. ഏതൊക്കെ? സ്വലാത്തുൽ അസ്ർ, സ്വലാത്തുൽ ഫജ്ർ. അതായത് പുതിയതായ ഇബാദിന്റെ റെക്കോർഡ് എഴുതാനുള്ള മലക്കുകൾ താഴത്തിറങ്ങും. എഴുതി കഴിഞ്ഞൊരു പോകാൻ നിൽക്കുന്ന നേരവും അത് 2ആണ്. പകലിലെ മലക്കുകൾ എഴുത്ത് കഴിഞ്ഞ് പോകൽ അസറോട് കൂടിയാണ്. രാത്രിയിലെ മലക്കുകൾ ഇറങ്ങി വരുന്നതോ അസർ വാങ്ങി കൊടുക്കുമ്പോൾ ഇറങ്ങും. മറ്റൊരു അസർ വാങ്ങി കൊടുക്കുമ്പോൾ കയറും. അപ്പൊ അതാണ് ആ 2 നേരം. ആ 2 നേരം തന്നെ ഈ അമൽ ചെയ്യണം. ഇനി ഒരാൾക്കപ്പ സൗകര്യപ്പെട്ടില്ല ആണെങ്കിലോ അവന് മഗ്‌രിബിനടി ചെല്ലിയ, സുബഹിൻ്റെ മഗ്‌രിബിനടി ചെല്ലിയാൽ മതി. പക്ഷെ നേരത്തെ തന്നെ ചെല്ലലാണ് ഹൈർ. അസറും അങ്ങനെ തന്നെ. അസറിനും അടുത്ത സുബഹിനും ചെല്ലിയാൽ മതി. പക്ഷെ അപ്പം തന്നെ അല്ലാണ് അഫ്ളൽ. അതൊരു നിനക്കൊരു രക്ഷയാണ്. എന്ത്? ഞാൻ ഇന്നത്തെ സുബഹിക്ക് ചെല്ലുന്നുണ്ട്. ആക്സിഡൻ്റ് ആയി മരിച്ചാൽ എന്താടാ? ആക്സിഡൻ്റ് ആയി മരിച്ചു, ഇവിടെ എന്താ മരിക്കൂലേ? അതിനാകെ കൊണ്ട് 10 മിനിറ്റാണ്. പുതിയ തുടക്കക്കാർക്കൊക്കെ ഒരു 12-13 മിനിറ്റ് വരും. പഴയ ആളുകൾക്കൊക്കെ ഒരു 8 മിനിറ്റ്. അത് ഇങ്ങനെ നാവിൽ എളുപ്പമാവും. അത്രേ പണിയുള്ളൂ. പിന്നെ എടുക്കേണ്ട പണിയൊക്കെ എടുത്തോ. ശരീരത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുത്. എന്താ നീ ചെയ്യേണ്ടത്? നാട്ടിലെ എല്ലാ നന്മകളോടും സഹകരിക്കണം. ആ നാട്ടിൽ സമസ്തൻ്റെ മഹല്ലാണോ അവിടുത്തെ സമസ്തൻ്റെ കൂട്ടത്തിരിച്ച് കൂടണം. എന്ത്? അത് ദീനിലേക്കുള്ള മാർഗ്ഗമാണ്. അതല്ലാതെ സംസ്ഥാനൻ്റെ മഹല്ലാണെങ്കിൽ അങ്ങനെയൊക്കെ സഹകരിക്കണം. അതും അള്ളാഹിൻ്റെ മാർഗത്തിലേക്കുള്ളതാണ്. അതൊന്നും ഇവിടെ കണക്കില്ല. അതൊക്കെ അള്ളാഹുവിലേക്കുള്ള മാർഗം തന്നെയാണ്. ബിദ്അത്തിൻ്റെ കക്ഷിയിൽ കൂടരുത്. അള്ളാഹു വഴിയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നാട്ടിലെ സാമൂഹികമായ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹകരിക്കണം. രാഷ്ട്രീയം, ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കലും രാഷ്ട്രീയക്കാരെ വിമർശിക്കാത്ത ആളാണ്. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, വേറെ ഏതെങ്കിലും കാലത്ത് ഞാൻ വിമർശിച്ച് കട്ട് ചെയ്തിട്ട് ഇപ്പം കൊണ്ട് കയറ്റും. വിമർശിക്കൽ ഒരു പ്രഭാഷകൻ്റെ ബാധ്യതയാണ്. വിമർശിക്കണം, തെറ്റ് കണ്ടാൽ വിമർശിക്കണം. അതേസമയത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ ചെയ്യൂല. എന്തുകൊണ്ട്? എൻ്റെ ഒരു പ്രഭാഷണം കൊണ്ട് ഒരു വോട്ട് കിട്ടേണ്ടവർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് നിർബന്ധം. അതിൻ്റെ പേരിൽ കളിച്ചാൽ ഞാനോട് കുടിക്കൂല്ല. അതേ സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വോട്ടോട്ട് കുറക്കൂല്ല. ഞാൻ പക്ക ലീഗുകാരനാണ്. ഇനി ആർക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് പിന്നെ പരിപാടിക്ക് വരുന്ന ഒളിഞ്ഞ് അതിൻ്റെ പേരിൽ നിർത്തുകയാണെങ്കിൽ നിർത്തിക്കോളി. ഞാൻ രണ്ടാമത്തെ പെണ്ണെട്ടിയപ്പോൾ കുറേ ആളുകൾ ക്ലാസ് നിർത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ വേറെയുള്ള ആളുകൾക്ക് കയറാമല്ലോ, എന്നും ബേജാറാകണ്ട. അപ്പോൾ അങ്ങനെ നിർത്തിയവരുണ്ട്. പിന്നെ ഞാൻ ലീഗിനെ കുറ്റം പറഞ്ഞു പോയവരുണ്ട്. പിന്നെ ഞാനിപ്പോൾ സമസ്തനെ കുറ്റം പറയാതെ പോണവരുണ്ട്. അതൊക്കെ നിങ്ങളെ സൗകര്യമാണ്. ഞാൻ ആരെയും കുറ്റം പറയല്ല, ചില വസ്തുതകൾ പറയാണ്. ഞാൻ അപ്പം ഇന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു തങ്ങളുണ്ട്, മലപ്പുറം ജില്ലയിൽ ഒരു തങ്ങളുണ്ട്. ആ
ആ തങ്ങൾ ഷെയ്ഖാണെന്ന് വായിക്കുകയും അതേ സമയത്ത് പെണ്ണുങ്ങളെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതും ത്വരീഖത്തായി അറിയപ്പെടുന്നു. അത്തരം തിന്മകളെ കണ്ടുകെട്ടിയിട്ടില്ലെങ്കിൽ സമുദായം നശിച്ചു പോകും. ഇത് ശ്രദ്ധിച്ചു. കോഴിക്കോട് ജില്ലയിലുമുണ്ട് ഒരാൾ, അയാൾ തങ്ങളല്ല, പക്ഷെ അയാളുടെ വാദവും ഇതാണ്, എന്ത് ജംഇലാണ് ബറക്കത്തുള്ളത്, അതുകൊണ്ട് ജിമാഅ് കൊണ്ട് മാത്രമാണ് ഉയർച്ച ഉണ്ടാവുക എന്ന് വാദിക്കുന്നൊരു വ്യക്തി കോഴിക്കോട് ജില്ലയിലുണ്ട്. അയാളെ കീഴിൽ നൂറുകണക്കിന് ആളുകളുണ്ട്. അയാൾ പക്ക വിചാരിയാണ്. അയാളാണ് ഷെയ്ഖ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. നിങ്ങളെ പരിസരത്തുണ്ട്, മേപ്പെട്ട് നോക്കണ്ട, കണ്ടവരെ മുഴുവനും പേപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെയാണ് പ്രശ്നം. അവരൊന്നും നമ്മൾ വിടാൻ പാടില്ല. തെറ്റല്ലേ, തെറ്റല്ലേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു വ്യഭിചാരശാല പോലെയല്ലത്. ഒരു വ്യഭിചാരശാല പറഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക് പോകും. അത് അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞ് വ്യഭിചരിക്കുക. അങ്ങനെ തന്നെ. ഇപ്പം നിങ്ങളെ ഭാര്യമാരെ ഒരു പക്ഷേ ചില കാര്യങ്ങൾ സംസാരിക്കാൻ എന്നെ ഏൽപ്പിക്കുമല്ലോ. ഇവിടെ 100 ആൾ ഈ ഇരിക്കുന്ന പല ആളുകളും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അതൊരു വിശ്വാസമാണ്. ഉസ്താദ് അത് കൈകാര്യം ചെയ്യും. അത് കൈകാര്യം ചെയ്ത 100 കണക്ക് സംഭവങ്ങളുണ്ട്. അതേ സമയത്ത് ഞാൻ അവളെ ഫോൺ നമ്പർ വാങ്ങിയാലോ, അവൾ മോശമായി സംസാരിച്ചാലോ, ഇന്നപ്പോൾ തമുക്കാരാ. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് വിശ്വാസമല്ലേ? ഈ ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയല്ലേ? ഇതൊന്നും അള്ളാഹിൻ്റെ പേര് ചെയ്യാൻ പാടില്ല, റസൂലുള്ളാഹിൻ്റെ പേരിൽ. അതൊക്കെ ചെയ്യണവർ നിങ്ങളെ മൂക്കിൻ്റെ മുന്നിലുണ്ട്. ഞാനീ പറയുന്ന നിങ്ങൾ ശ്രദ്ധിക്കാൻ, നമ്മൾ ഒരു വിമർശനം വെറുതെ നടത്തിയല്ല, സമൂഹത്തിൽ തസ്കിയത്ത് നടന്നുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ പറയട്ടെ, വോട്ടുകൾ നശിപ്പിക്കാൻ പാടില്ല. ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആയുധമാണ് എന്ത്? വോട്ട്. ആ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്ക്, വർഗീയത തുളച്ച് കയറി വരുന്ന ഒരു കാലമാണിത്. എങ്ങനെയൊക്കെയെന്ന് പറയാം എനിക്ക് ഈ സദസ്സിൽ പറ്റൂല. പക്ഷെ വർഗീയത നിങ്ങൾ വിചാരിച്ച ഇങ്ങനെയല്ല വരുന്നത്. വർഗീയത ഇങ്ങനെ വരും. ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മ വർഗീയതയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മ വർഗീയതയാണ്. വർഗീയത വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അടക്കം വർഗീയത കളിക്കുന്നുണ്ട്. പക്ഷെ അത് വർഗീയത ഇങ്ങനെയല്ല, ഇങ്ങനെ. അത് വലിയ ആപത്താണ്. വർഗീയത വളർന്നാൽ അടുത്ത ജനത നീറി ജീവിക്കും. മരിക്കല്ല, നീറി ജീവിക്കും. എല്ലാം കൂടി തച്ച് തീർന്ന് ചത്തു പോകുകയാണെങ്കിൽ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടാവില്ല. നേറിയാണ് ജീവിക്കും നൂറ്റാണ്ടുകൾ. അതുകൊണ്ട് നമ്മൾ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം വർഗീയതക്കെതിരെ പടപൊരുത്താണ്. അതുകൊണ്ട് നിങ്ങളുടെ സമ്മതിദാനാവകാശം ജനാധിപത്യത്തിന് വേണ്ടി മാത്രം, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, വർഗീയതക്കെതിരെ, വിഘടനവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, രാജ്യത്തെ നന്മയ്ക്ക് വേണ്ടി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നിങ്ങൾ അടുത്ത വ്യാഴാഴ്ച ഉപയോഗപ്പെടുത്തിയേ മതിയോ. അതൊരു അമലാണ്. അതൊരു വോട്ട് ചെയ്യലും ഒരു ഇബാദത്താണ്. കാരണം വോട്ട് ചെയ്യേണ്ട സമൂഹത്തിൽ വോട്ട് ചെയ്യാതെ വന്നാൽ കളകൾ അധികാരത്തിൽ കയറി വരും. ആ കളയെ പിന്നെ പിഴുതെറിയാൻ പിൽക്കാലത്ത് നമുക്ക് കഴിയില്ല. ഞാൻ അരാഷ്ട്രീയവാദി അല്ല. ഞാൻ രാഷ്ട്രീയത്തിന് ആക്ഷേപിക്കാറുണ്ട്. എന്തുകൊണ്ട്? അതിന്മേൽ തിന്മ കയറുമ്പോൾ ആക്ഷേപിക്കും. എനിക്കതുകൊണ്ട് അവരെ കൊണ്ട് ലാഭമില്ലാത്തത് കൊണ്ട്, അവർക്ക് നഷ്ടം വന്നാൽ അവരെ കൊണ്ട് നഷ്ടം എനിക്ക് പേടിയില്ല. എനിക്ക് ഏത് പാർട്ടിയുടെ പ്രസിഡന്റിനെ ആക്ഷേപിക്കാൻ പേടിയില്ല. എന്തുകൊണ്ട്? അവരെ കൊണ്ട് ലാഭമില്ല, പിന്നത്തെ പേടി. ആക്ഷേപിക്കുന്നത് ചില വസ്തുതാടിസ്ഥാനത്തിലായിരിക്കും, വെറുതെ ആക്ഷേപിക്കൂല. അതേ സമയത്ത് ആ പാർട്ടികൾ നശിക്കരുത്. ഇവിടെ ലീഗ് എന്ന സാധനം പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെയാണ്. ലീഗ് നശിച്ച് കാണാൻ ആഗ്രഹിക്കരുത്. ലീഗ് ഒരു ആവശ്യമുള്ള സാധനമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതിപ്പോൾ പറയേണ്ടതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയേണ്ടത്. മകൻ മരിച്ചാൽ മാണില്ല, മരുമകളൊന്ന് കരിയണ കാണണം എന്ന് പറയരുത്. അത് തെറ്റാണ്. ലീഗ് അനിവാര്യമാണ്, കോൺഗ്രസ് അനിവാര്യമാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ലീഗിന് വോട്ട് ചെയ്യേണ്ട മണ്ഡലങ്ങളിൽ ആ കാര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. കാരണം ലീഗും കോൺഗ്രസ് യോജിച്ച് നിന്ന് അവരവരുടെ വർക്ക് ചെയ്താൽ ചെയ്യാവുന്ന ചില നന്മകൾ മറ്റൊരു പാർട്ടിക്കോ സഖ്യത്തിനോ ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഗീയതക്കെതിരെ ഒന്നിക്കുക എന്നുള്ളതാണ്.
അതിന് ഇന്ന് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇന്ത്യ രാജ്യത്ത് ഇല്ല. അത് പണിയെടുക്കുന്ന ഫലവത്താവുന്നോ ഇല്ല രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ അത് അങ്ങനത്തെ ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ പകരം ആരാണുള്ളത്? നിങ്ങളൊരാളെ പറയും, ഉണ്ടെങ്കിൽ ഞാൻ അയാളെ പേര് പറയാം. ഞാൻ അരാഷ്ട്രീയവാദിയല്ല, ഞാൻ ലീഗിനെതിരല്ല, ഞാൻ കോൺഗ്രസിനെതിരല്ല. അതൊക്കെ ഇവിടെ നല്ലതിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ നിലനിൽക്കണം. അപ്പോൾ ലീഗിന് വോട്ട് ചെയ്യേണ്ടടുത്ത് ലീഗിന് വോട്ട് ചെയ്യണം, കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടടുത്ത് വോട്ട് ചെയ്യണം, വർഗീയതയെ തുരത്തി ഓടിക്കണം. പല ജാതി കേസുകളും കെട്ടുകളും കയറാനുള്ള സാധ്യത ഇതിനുള്ള കാലത്ത് കൂടുതലാണ്. രാജ്യത്തെ സർവ ഒരു നാഷണലിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടാനാണ് എപ്പോഴും ഒരാൾ. എനിക്കൊരു എന്താ പറയുക, എൻ്റെ ഒരു സൈറ്റ് ഉണ്ടാക്കിയിട്ട് ആ സൈറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണുമ്പോൾ ആദ്യം ഞാനതാ കാണുന്നത്, റഹ്മത്തുള്ള ഖാസിമി നാഷണലിസ്റ്റ് ഖുർആനിക് സ്കോളർ എന്നൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്തു. അപ്പോൾ ആദ്യം എഴുതി കൊടുത്തത് നാഷണലിസ്റ്റ് എന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സത്യമാണ്, ഞാൻ ദേശീയവാദിയാണ്. ഏതാണ് ദേശം? എൻ്റെ ദേശം. എൻ്റെ ദേശം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ ലോകത്ത് എന്തിനേക്കാളും നല്ല ദേശം ഈ ലോകത്ത്, എൻ്റെ ദേശം ഈ ലോകത്ത് എന്ത് ദേശത്തിനേക്കാളും നല്ല ദേശമാണ്. നിങ്ങൾ സൗദി അറേബ്യയിൽ പോയി അവിടുത്തെ രാജാവിൻ്റെ എന്തെങ്കിലും ഒരു കുടുംബക്കാരനെ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ നിങ്ങൾക്ക് ചോറുറച്ചു തിരിച്ചു പോരാൻ കഴിയില്ല. അതേസമയത്ത് ഇന്ന് രാത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അടുത്ത മണിക്കൂറിൽ വിമർശിക്കണമെങ്കിൽ അതിന് പറ്റുന്നൊരു രാജ്യം ലോകത്തുള്ളത് എൻ്റെ ഭാരതം മാത്രമാണ്. ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒരു വെള്ളക്കടലാസിൻ്റെ മേലെ ഒട്ടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്താൽ മതി. ഞാൻ ഇന്ന് നരേന്ദ്രമോദിക്കെതിരെ ചില വിമർശനങ്ങൾ പറയാവുന്നുണ്ട്. കൂളിമാട് അങ്ങാടിയിൽ 4 മണി മുതൽ 6 മണി വരെ എനിക്ക് പെർമിറ്റ് വേണം. പെർമിറ്റ് തരുവല്ലേ? തരുവേ ഇല്ലേ? എനിക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രൊട്ടക്ഷൻ തരണം. പോലീസ് വന്ന് നിൽക്കുമല്ലേ? പോലീസ് വന്ന് നിൽക്കുമല്ലേ? അതാണ് ഭാരതം, അതാണ് ഭാരതം. ഞാൻ ഭാരതീയനായി അഭിമാനിക്കുന്നു. ഞാൻ ഇന്ത്യക്കാരൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ത്യയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ രാജ്യം ഇന്ത്യയാണ്. ഇത് നിലനിൽക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മരിക്കുമ്പോൾ മദീന ഇങ്ങോട്ട് വരികയാണ്. എനിക്ക് ഇവിടെ മദീന ഉണ്ടാക്കലാണ് ആഗ്രഹം. ഇവിടെ ഒരു ജനത കഴിഞ്ഞു പോയിട്ട് ആ ജനത പോലത്തെ ജനത ഇന്നിവിടെ ജീവിക്കേണ്ടത്. വർഗീയതക്ക് വഴിപ്പെട്ടു പോകരുത്. വിഘടനവാദം, വിദണ്ഡവാദം, ഇതൊക്കെ വഴിപ്പെട്ട രാജ്യം തകരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ എന്നും പറയാത്തൊരു പ്രസംഗമാണ് ഇന്ന് നടത്തി. ഇപ്പം എന്താ പുസ്താദ് കുറച്ച് ഇങ്ങനെ പറയുന്നത്? അതിപ്പോൾ പറയണ്ടല്ലേ, നാളെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് പറയേണ്ട മനസ്സിലായില്ല. എൻ്റെ ഉള്ളിലുള്ളത് ഇപ്പം പറയും. ഞാൻ എനിക്കിതിൽ കാലിച്ചായല്ല, ഒരു കാലിച്ചാൻ ആവശ്യമല്ല. വലിയ മുതലാളിയാണ്. എന്ത് കാലിച്ചാൻ ആവശ്യം എനിക്കില്ല. അന്നും എനിക്കൊരു പൈസൻ്റെ ആവശ്യമില്ല. ഒരു ലീഗിൻ്റെ കയ്യിൽ നിന്ന് 50 പൈസ ഞാൻ വാങ്ങിയിട്ടില്ല. ഒരു കാലിച്ചായ ലീഗിന് വേണ്ടി പ്രസംഗിച്ചിട്ട് ലീഗിൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിയിട്ടില്ല. അതിൻ്റെ പേരൊരു എക്സ്ട്രാ കാലിച്ചായ വാങ്ങിയിട്ടില്ല. ഇങ്ങോട്ട് വാങ്ങൂല. ഇൻഷാ അല്ലാഹ് തൗഫീഖിനാൽ. പക്ഷെ അതൊക്കെ ഇവിടെ നിലനിൽക്കണം. കോൺഗ്രസ് നിലനിൽക്കണം. രാജ്യം വീണ്ടും വളരെ ഭംഗിയായി കോൺഗ്രസ് ഭരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടാവണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. പക്ഷെ അങ്ങനത്തെ കാലം ഉണ്ടാവുക എന്നുള്ളത് വളരെ ശ്രമകരമായ അധ്വാനത്തിന് ശേഷമായിരിക്കും. പക്ഷേ നിങ്ങളൊക്കെ ഞാനീ പറയുന്നത് ഒരു മതവേദി ദുരുപയോഗപ്പെടുത്തിയെന്ന് തോന്നരുത്. ഇതും മതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാനാവകാശം വർഗീയതക്കെതിരെയും ഭീകരവാദത്തിനെതിരെയും എത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആകെ ഇത്ര തന്നെ. ഞങ്ങൾക്ക് ആര് വോട്ട് ചെയ്യുന്നു നിങ്ങളിഷ്ടം. പക്ഷെ നിങ്ങളുടെ സമ്മതിദാനാവകാശം നിങ്ങൾ വർഗീയതക്കെതിരെയും ഭീകരവാദത്തിനെതിരെയും ഉപയോഗപ്പെടുത്തണം. എന്തിന്? ചർച്ചുകൾ നിലനിൽക്കാൻ, എന്തിന് പള്ളികൾ നിലനിൽക്കാൻ, എന്തിന് ക്ഷേത്രങ്ങൾ നിലനിൽക്കാൻ, എന്തിന് ദർസ് നിലനിൽക്കാൻ, എന്തിന് സെമിനാറുകൾ നിലനിൽക്കാൻ. അച്ഛനും സ്വാമിയും പള്ളി ഉസ്താദുമൊക്കെ ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളായി ജീവിച്ച് സന്തോഷകരമായ ഒരു ഭാവി ഇന്നലെ പോലെ നാളെയും ഉണ്ടാകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ